കയ്യിലുള്ള രക്തക്കൊഴൽ, ആർട്ടറിയും ധമനിയും വെയിനും അത് തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ ഒരു അബ്നോർമൽ കണക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മഹാധമനി, ഹാർട്ടിൽ നിന്ന് രക്തം പുറത്തേക്ക് പോകുന്ന മഹാധമനി അല്ലെങ്കിൽ അയോട്ട, അതിൽ വരുന്ന ഓപ്പറേഷനും വാസ്കുലർ സർജറി വരുന്നതാണ്. രക്തക്കൊഴലുകൾക്കുണ്ടാകുന്ന ഡാമേജിനോ അസുഖങ്ങൾക്കോ ചെയ്യുന്ന ഓപ്പറേഷനെയാണ് വാസ്കുലർ സർജറി എന്ന് പറയുക. അത് അസുഖങ്ങൾക്ക് വേണ്ടിയും ചെയ്യാം, അതല്ലാതെ AV ഫിസ്റ്റുല, സാധാരണ കിഡ്നി സംബന്ധമായ അസുഖമുള്ള രോഗികൾക്ക് അവർക്ക് റെഗുലറായിട്ട് എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യമോ 3 പ്രാവശ്യം ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള രക്തക്കൊഴൽ, ആർട്ടറിയും ധമനിയും വെയിനും അത് തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ ഒരു അബ്നോർമൽ കണക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അത് ഏറ്റവും സിംപ്ലസ്റ്റ്, ഏറ്റവും ചെറിയ ടൈപ്പിലുള്ള ഒരു വാസ്കുലർ സർജറിയാണ്. മേജർ വാസ്കുലർ സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ കൊണ്ടോ കാലിലേക്കോ കൈയിലേക്കുള്ള രക്തക്കൊഴലുകൾക്ക് ഡാമേജ് ആവുകയോ അത് ബ്ലോക്കായി പോവുകയോ ചെയ്താൽ നമുക്ക് ആ രക്തക്കൊഴലുകൾ ബ്ലോക്ക് മാറ്റുന്നതിന് പകരം വേറെ രക്തക്കൊഴൽ തുന്നിച്ചേർക്കുക, അതിനെ നമ്മൾ വാസ്കുലർ സർജറി എന്ന് പറയാം. അത് കൈകാലുകളുള്ള ഓപ്പറേഷനാണ്. അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ ഹാർട്ടിൻ്റെ ചേർന്നുള്ള മഹാധമനി, ഹാർട്ടിൽ നിന്ന് രക്തം പുറത്തേക്ക് പോകുന്ന മഹാധമനി അല്ലെങ്കിൽ അയോട്ട, അതിൽ വരുന്ന ഓപ്പറേഷനും വാസ്കുലർ സർജറി വരുന്നതാണ്. ആ ഓപ്പറേഷൻ വളരെ കോംപ്ലിക്കേറ്റഡും 8 മണിക്കൂർ വരെ സമയമെടുക്കാവുന്ന ഓപ്പറേഷൻസുമാണ്. അത് രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരികയോ ചില അപകടകരമായ സിറ്റുവേഷനിൽ ആ രക്തക്കൊഴലുകൾക്ക് റപ്ചർ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയാവും. ഇതിനാണ് അയോട്ടിക് ഡിസക്ഷൻ അല്ലെങ്കിൽ അയോട്ടിക് അന്യൂറിസം എന്ന് പറയുന്നത്. ഈ 2 സിറ്റുവേഷൻസും വളരെ ലൈഫ് ത്രെഡനിങ്, ജീവനെ വളരെ അപകടകരം പിടിച്ചതാണ്. അത് കാരണം അത് ഡയഗ്നോസ് ചെയ്താൽ, അത് കണ്ടുപിടിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സർജറി ചെയ്ത് അത് റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ പേഷ്യൻറ്റിന് ജീവഹാനി വരെ സംഭവിക്കാം. ഈ 3 ലെവലിലുള്ള ഓപ്പറേഷൻസും നമ്മൾ വാസ്കുലർ സർജറിയാണ് വരുന്നത്. AR Super Specialty Hospital. Your health, our priority.